ബൊക്കെയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓരോരുത്തർക്ക് കൊടുക്കാനുണ്ട്. പക്ഷെ നമ്മളുടെ ഓരോരുത്തർ ഇവിടെ എല്ലാവരും എനിക്ക് തുല്യരാണ്, ഈ ഇരിക്കുന്ന എല്ലാവരും. ഇപ്പൊ ബൊക്കെ കൊടുത്ത് ഓരോരുത്തർ സ്വീകരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം ഞാനത് ഒഴിവാക്കിയാണ്. എല്ലാവരും ഞാൻ ഒറ്റ വാക്കില് ഒരേപോലെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, 45 വർഷമായി ഞാനൊരു കച്ചവടക്കാരനാണ്. 25 വർഷത്തിലേറെയായി ഞാനിവിടെ ചെറായിൽ വന്നിട്ട് കച്ചവടം ചെയ്യാനായിട്ട്. ഇതാ കാണുന്ന എൻ്റെ നേരെ കാണുന്ന കേരള ഓർഗാനിക് ഇക്കോ ഷോപ്പ്, ആ മുറിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ എടുത്തത്. അന്ന് ഞാനിവിടെ ചെറായിൽ വരുമ്പോൾ എനിക്ക് ചെറായി എന്ന് പറയുന്ന പ്രദേശം വളരെ അന്യമായിരുന്നു. ഇവിടെ എനിക്കൊരു പരിചയക്കാരോ സുഹൃത്തുക്കളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ആകെ ഒരു ആശ്രയം ഉണ്ടായിരുന്നത് ഈ ഖാദിയുടെ ഓഫീസിൽ, ഗാന്ധിയുടെ ഖാദിയുടെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ വലങ്കൈയായിട്ട് നിൽക്കുന്ന ശ്രീ വേണുഗോപാലായിരുന്നു എനിക്ക് ആകെ ഒരു ആശ്രയം ഉണ്ടായിരുന്നത്. ഒരു അടുത്തറിയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിലൂടെ ഞാൻ കുറച്ച് ബന്ധങ്ങൾ ഇവിടെ ഉണ്ടാക്കി ആദ്യം തന്നെ. അതിലൊരാളാണ് ഷിപ്പില് ജോലി ചെയ്യുന്ന രാജൻ, മോട്ടി, ജയൻ മുതലായിട്ടുള്ള ആളുകൾ. അവരിലൂടെയാണ് ഞാൻ ഇവിടെ സൗഹൃദ ബന്ധങ്ങൾ തുടങ്ങിയത്. പിന്നീട് ഞാനിവിടെ ഈ ജ്വല്ലറി തുടങ്ങുമ്പോൾ എൻ്റെ ആകെ മൂലധനം എന്ന് പറയുന്നത് എനിക്ക് ബാങ്കിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ് അവർ വാക്ക് പറഞ്ഞിരുന്ന ഒരു 4 ലക്ഷം രൂപയായിരുന്നു എൻ്റെ ആകെയുള്ള മൂലധനം. അതായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഞാൻ അത് പ്രതീക്ഷിച്ചുകൊണ്ട് മുറിയെടുത്ത് പണി തുടങ്ങിയതിന് ശേഷം ഡേറ്റ് തീരുമാനിച്ചു, ഉദ്ഘാടനത്തിനുള്ള ഡേറ്റ് തീരുമാനിച്ചു, ആളുകളെ ക്ഷണിച്ചു, നോട്ടീസ് കൊടുത്ത് എല്ലാവരും ക്ഷണിക്കാനൊക്കെ തുടങ്ങി. വളരെ വലിയൊരു പ്രതീക്ഷ, വലിയൊരു ആഘോഷമായിട്ടാണ്. ഇതിനേക്കാളും വലിയ ജനക്കൂട്ടമായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ആ ഉദ്ഘാടനത്തിനുണ്ടായത് 25 വർഷം മുമ്പ്. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷേ ഉദ്ഘാടനത്തിന് തീയതി തീരുമാനിച്ചു, ആളുകളെയൊക്കെ ക്ഷണിക്കാൻ നടക്കുന്നതിനിടയിലാണ് ബാങ്കിൽ നിന്ന് എനിക്കൊരു പിടി വന്നത്. പറീസെ, നിന്റെ ലോൺ പാസ്സാവൂല. 4 ലക്ഷം രൂപ ആകെ. ഇന്ന് 4 ലക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് 4 കോടി രൂപ ആണെങ്കിലും എനിക്കത് ബാധിക്കില്ല. പക്ഷെ അന്ന് എനിക്കത് 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു, ഞാൻ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ഇതിലായിപ്പോയി. അവസാനം ഞാൻ ഓടി നടക്കാവുന്ന സ്ഥലം, അത് നിസ്സാര സമയമുള്ളൂ. ആ സമയത്തിനിടയിൽ ഞാൻ പോകാൻ മുട്ടാത്ത വാതിലുകളില്ല, ചോദിക്കാത്ത ആളുകളില്ല. എല്ലായിടത്തും കയറി ഇറങ്ങി. ഒരു രൂപ പോലും എനിക്ക് ലഭിക്കേണ്ടായില്ല. എൻ്റെ എന്തിനും ഏതിനും എൻ്റെ കൂടെ നിന്ന എൻ്റെ ഭാര്യ കവിതയുടെ സ്വർണ്ണാഭരണങ്ങൾ താലി മാത്രം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം എനിക്ക് ഉരുത്തരേണ്ടിണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഒപ്പം, അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് കവിത എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം. അല്ലാണ്ട് കവിത എന്ന പേര് പറയാനുള്ള കാരണം വെറുതെ ഒന്നുമല്ല. താലി ഒഴിച്ചിട്ട് ആയിക്കോട്ടെ. അന്നേരം കുറെ അധികം സ്വർണ്ണം ഉണ്ടായിരുന്നു, ഞാൻ മേടിച്ച് കൊടുത്തിരുന്നതാണ്. അതൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ എടുക്കാന്ന് വിചാരിച്ചിരുന്നു ഈ ജ്വല്ലറി കൊടുക്കുമ്പോൾ. പക്ഷെ ഇത് മുഴുവനായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഊരി തന്നു. താലി മോതിരം ഒഴിച്ചിട്ട്. അതുപോലെ തന്നെ അന്ന് അത് കൂടാതെയുള്ള പൈസ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നെട്ടോട്ടമായിരുന്നു. പലിശക്ക് എടുക്കാൻ തന്നെ ഞങ്ങള് പലിശ അമിതമായിട്ട് എന്ത് പലിശയിലും വേണ്ടില്ല എടുക്കാന്നൊക്കെ വിചാരിച്ച് പല ആൾക്കാരുടെ അടുത്ത് ശ്രമിച്ചു. ആരും കൂടിയാണ് പോയത്? എൻ്റെ കൂടെ അന്ന് ഏറ്റവും എൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് നടത്തിയിരുന്ന കണ്ണൻ ചെട്ടിയാരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരു ഞായറാഴ്ച ദിവസം ഞാൻ ഏതൊരു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വെളുത്താട്ട് അമ്പലത്തിന് കിഴക്കുവശത്ത് അന്നൊരു പഴയ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു മുറിയുണ്ട്, ഒരു പീഡിയാണ്. ആ മഴയത്ത് ഞങ്ങൾ അവിടെ ആ പീഡിയയുടെ അറിയത്തിരുന്ന് ഈ കാര്യങ്ങൾ കരയണ കണ്ടിട്ട്, ഞാൻ കരയണ കണ്ടിട്ട് അവൻ പറഞ്ഞ്, അപ്പോ ഈ കണ്ണന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ, കിട്ടിയ സ്വർണത്തിന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളത് ഞാൻ തരാം, 15 പവന്റെ സ്വർണം എനിക്ക് ഉയർത്താന്ന് ഈ കണ്ണൻ അന്ന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കട അന്ന് ആരംഭിച്ചത്. ഈ കട ആരംഭിച്ചതിന് ശേഷം ഇവിടെ വരുന്ന ഓരോ കച്ചവടക്കാരും ഓരോ ഇടപാടുകാരും എൻ്റെ സുഹൃത്തുക്കളാക്കി ഞാൻ മാറ്റുകയാണ് ചെയ്തത്. അവരോട് യാചിച്ചുകൊണ്ട്, അവരോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്
അവരോടൊപ്പം അവരുടെ ഇടങ്ങളിലേക്ക്, അവരുടെ സ്ഥലങ്ങളിലേക്ക്, അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ഞാനും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവരും കൂട്ടി നടക്കാത്ത വഴികള് ഈ ചെറായിയുടെ പ്രദേശത്ത് മാത്രമല്ല, വൈപ്പിങ്കരയുടെ പ്രദേശത്ത് മാത്രമല്ല, പറൂർ മേഖലയിലും ഇന്ന് വേണ്ട, ഇന്ന് എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിൽ ഉള്ള മുഴുവൻ ഏതാണ്ട് 70% ഞങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാനായിട്ട് തുടങ്ങിയത്, ഇന്നിപ്പോ ഞങ്ങൾ 500-ൽ പരം ജീവനക്കാര് ഒരേ സമയം ഇന്നും ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? സ്വർണ്ണാഭരണ സമ്പാദ്യ പദ്ധതികളായിരുന്നു ഞങ്ങൾ അന്ന് തുടങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ് സ്വർണ്ണാഭരണ സമ്പാദ്യ പദ്ധതികൾ തുടങ്ങിയത്? ഞങ്ങൾക്ക് ഇല്ലാത്തത് ഉണ്ടാക്കാനായിട്ട്. ബാങ്കിൽ നിന്ന് കിട്ടാത്ത പണം ഞങ്ങൾ സമ്പാദിച്ചു. എവിടെ നിന്ന്? ഞങ്ങളുടെ വിശ്വാസത കൊടുത്തുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് അത് നേടിയെടുത്തു. തീർച്ചയായിട്ടും ഇത് ഇന്ന് 25 വർഷങ്ങൾക്ക് ശേഷം ആണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ നിമിഷത്തില് എനിക്ക് വേണമെങ്കിൽ എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു സ്ഥാപനം ഈ ചെറായി പോലെയുള്ള ഈ സ്ഥലത്ത് അവിടെ നിനക്ക് തുടങ്ങാൻ എന്താണ് എന്റെ വല്ല കാര്യം ഉണ്ടാകുന്ന ചോദിക്കുന്നു. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും നല്ല അഭിമാനമുണ്ട്. കാരണം ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ സ്ഥാപനത്തിലെ ആ കടയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക്, ആ കട ചെറിയ കടയാണത്, ആ കടയിൽ ഒരു മൂലയിൽ ഒതുങ്ങിയുള്ളൂ സ്റ്റോക്ക്. മൂലയിൽ വെക്കാനുള്ള സ്റ്റോക്ക് മാത്രമല്ല. എനിക്കത് ഭയങ്കരമായിട്ടുള്ള വിഷമമായിരുന്നു. അതൊന്ന് നിറച്ചിടാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഒരു ഷോപ്പില് നിറയെ സ്വർണം ഇടാനായിട്ടുള്ള ഒരു ആഗ്രഹം. അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു ജ്വല്ലറിയാക്കി മാറ്റാൻ, അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായിട്ട് മാറാൻ അന്ന് ഉണ്ടായ വലിയ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും എനിക്ക് ഇതുവരെ, ഞാൻ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, ഞാൻ ആഗ്രഹിച്ച ഒന്നും ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച വഴി കൂടി എനിക്ക് ഇതുവരെയായിട്ടും പോകാനായിട്ട് പറ്റില്ല. പക്ഷെ എനിക്ക് വിധിച്ച വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ 25 വർഷം കൊണ്ട് ഞാൻ നടന്ന വഴികൾ എല്ലാം എനിക്ക് വിധിച്ച വഴികളായിരുന്നു. അതുകൊണ്ട് ദൈവം എന്നെ ഇന്ന് എനിക്ക് വളരെയധികം സുഹൃത്തുക്കളെ, ജീവനക്കാരെ, കുടുംബാംഗങ്ങളെ, അതുപോലെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് കോരിച്ചൊരിഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നില്ല എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ ഈ 25 വർഷം കൊണ്ട് ഞാൻ തെറ്റുകൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ, വീഴ്ചകൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ബിസിനസ്സിൽ ഞാൻ ഒന്നുമല്ല. ബിസിനസ്സിൽ ഞാൻ മണ്ടനാണ്. മണ്ടത്തരങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഒരാഗ്രഹമുണ്ട്, ഈ മണ്ടത്തരം, ഈ അറിവില്ലായ്മ, കഴിവില്ലായ്മ അത് എൻ്റെ നാട്ടിൽ വെച്ചിട്ട് തന്നെ, ഈ ചെറായിയുടെ മണ്ണിൽ വെച്ചിട്ട് തന്നെ എനിക്കത് തിരുത്തണം. ഈ 25 വർഷം കഴിയുമ്പോൾ ഇന്ന് ഞാൻ ഇവിടെ 2 ദിവസമായിട്ട് സ്റ്റോക്കുകൾ കയറ്റുന്ന തിരക്കിലാണ്. ഞാൻ ആലോചിക്കുകയാണ് കഴിഞ്ഞ 25 വർഷം മുമ്പ് ഞാൻ എൻ്റെ ആ ചെറിയ കടയുടെ മൂലയിൽ കൊള്ളിക്കാനായിട്ട് ഞാൻ ഏറ്റവും വലിയ പ്രയാസപ്പെട്ടിരുന്നു, ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇന്ന് ആ സ്റ്റോക്ക് എവിടെ വെക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കഴിയുന്നില്ല. അത്രയ്ക്കും ദൈവാനുഗ്രഹം മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്റെ കൂടെ കൈയും കാലും മറന്ന് എന്താ പറയുന്ന എന്നെക്കാളുപരി ഈ കവിതാ ഗ്രൂപ്പിനെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒത്തിരി ജീവനക്കാര്, ആയിരക്കണക്കിന് ആളുകൾ വന്നു പോയിട്ടുണ്ട്. ഇപ്പോ 500-ൽ പരം ആളുകൾ സ്ഥിരം ഇപ്പോ ഉണ്ട്. വന്നു പോയവരും ഇപ്പോ ഉള്ളവരും ആയിട്ടുള്ള ഒത്തിരി ആളുകൾ എന്നെ വിശ്വസിച്ച്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ഇരിക്കുന്നവരും, അതുപോലെ തന്നെ എൻ്റെ ഇടപാടുകാര്, നിക്ഷേപകര്, എല്ലാവരും എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. അല്ലാതെ ഒന്നും കണ്ടിട്ടല്ല. ഇവിടെ ഏതെങ്കിലും വല്ല സെലിബ്രിറ്റി ഉണ്ടോ? ഇവിടെ എന്നോട് ചോദിച്ചു, ഈ ഉദ്ഘാടനം വെക്കുമ്പോൾ ഏത് സെലിബ്രിറ്റിയാണ് വന്നത്, അല്ലെങ്കിൽ ഏത് നേതാക്കന്മാരാണ് വന്നത്? ആരുമില്ല. ഇവിടെ ആകെ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസവും സ്നേഹവും പരിലാളനവും എല്ലാമാണ് ഇന്ന് കവിതാ ഗ്രൂപ്പായതും ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയത്നത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും, അതോടൊപ്പം ഈശ്വരന്റെയും അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് നിങ്ങളോട് എല്ലാവരോടും യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ശ്രേഷ്ഠരെ, ഇവിടെ സംഘടിതരായിട്ടുള്ള ഈ കവിത
വർഗീസിനെ അനുഗ്രഹിക്കാൻ എത്തിയിട്ടുള്ള സജ്ജനങ്ങളെ, സുഹൃത്തുക്കൾ, പറയേണ്ടതെല്ലാം വളരെ ഭംഗിയായി വർഗീസ് തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ രഹസ്യങ്ങളെല്ലാം 45 സംവത്സരങ്ങളായി അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചു കഴിഞ്ഞു. അതായത് ഒരു കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം, നല്ലൊരു മര്യാദക്കാരനാണ്, വിനയമുള്ളവനാണ്. ആ രീതിയിലാണ് ഈ നാട്ടുകാർ ഈ വർഗീസിനെ സ്നേഹിച്ചതും അദ്ദേഹവുമായി അടുത്തതും. അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ആ വിശ്വാസ്യതയാണ് ഈ കഴിഞ്ഞ 25 വർഷമായി ചെറായിലെത്തിയിട്ടും ഇവിടെ വേരുറപ്പിച്ചു നിൽക്കാൻ വർഗീസിനെ സഹായിച്ചത്. വർഗീസിന്റെ വളർച്ച കുറച്ചൊക്കെ നമുക്കറിയാം, കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ, കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കവിത ഹബ്ബ് അദ്ദേഹത്തിന്റെ സ്വന്തം, ഇപ്പോൾ അതൊക്കെ വളരെ പ്രശസ്ത നേടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വർഗീസ് പുതുതായിട്ട് ഒരു ഷോറൂമൊക്കെ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് വളർച്ചയുടെ ഭാഗമാണ്. ഈ ചെറായി എന്ന് പറഞ്ഞാൽ നിരവധി ഇതേപോലെയുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലമാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ നമ്മൾ അത്ഭുതകരമായ രീതിയിൽ ആകർഷിച്ചു കൊണ്ടുവന്ന പല പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വെറുതെ മൺപാത്രം വീണടയുന്നത് പോലെ ഉടഞ്ഞതും നമ്മൾ ചെറായിക്കാരും ഈ പരിസരത്തുകാരും കണ്ടതാണ്. എന്നാൽ അതിനപ്പുറം അതിനെല്ലാം അതിജീവിക്കാനുള്ള ഒരു കഴിവ് വർഗീസിന് കിട്ടിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിനയം തന്നെയാണ്. ആരോടും, ഏത് വലിയവനോടും ചെറിയവനോടും ഒരുപോലെ പെരുമാറാനുള്ള ആ കഴിവ്, അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ മുൻ മന്ത്രി ശ്രീ എസ് ശർമ്മ അടക്കമുള്ള ജോസ് പ്രിയടുത്ത അച്ഛനടക്കമുള്ള ആളുകൾ എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും ഞാൻ ഒരേപോലെ കാണുന്നു എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. വലിയവനെന്നും ചെറിയവനെന്നുള്ള ഒരു വ്യത്യാസം വർഗീസിന് മുന്നിലില്ല. വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഇനിയും മുന്നോട്ട് പോകട്ടെ. 45 ആയുള്ളൂ, 50ലേക്ക് അടുക്കാൻ 5 വർഷമേ ഉള്ളൂ. അപ്പൊ സുവർണ ജൂബിലി ആവും. അപ്പൊ അതിനൊക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഞാൻ നേരുന്നു. ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രീ വർഗീസ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തുഷ്ടമായ മനസ്സോടുകൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിന് ചില കാരണങ്ങൾ തന്നെ ഉണ്ട്. ഇന്ന് ലോകപ്രശസ്തമായ പട്ടണം എന്ന ഞങ്ങളുടെ പഴയ ഭക്ഷണം, ആ ഭക്ഷണമാണ് വർഗീസിന്റെ ജന്മനാട്. ഒരു കൊച്ചു തോടിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. അപ്പുറവും ഇപ്പുറമായിട്ട് പൂയപ്പുഴി എന്ന് പറയുന്നത് അങ്ങിപ്പുറത്ത് കിടക്കുന്ന കരയാണ്. ഏതാണ്ട് അയൽക്കാരായി ജനിച്ചു വളർന്നവരാണ് ഞങ്ങൾ എന്നുള്ളതാണ് ആദ്യത്തെ സന്തോഷം. മറ്റൊന്ന്, വർഗീസ് ചെറായിയിൽ വന്ന് ചെറുതായിട്ട് തൻ്റെ വ്യവസായ സംരംഭം തുടങ്ങിയ കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 25 വർഷത്തിന് ശേഷം എല്ലാവർക്കും സന്തോഷവും അതേ സമയത്ത് എല്ലാവരുടെയും സന്തോഷം തിരിച്ചു വാങ്ങുകയും വർഗീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, ഞാൻ മലയാളം ക്ലാസ്സിൽ ഓമിയുടെ ഇരിക്കുന്ന എൻ്റെ ശിഷ്യൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു അലങ്കാരമുണ്ട്, തങ്കത്തിന് സുഗന്ധം. തങ്കം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്, ലോകമാണ്. അതിന് സുഗന്ധം കൂടി ഉണ്ടെങ്കിൽ അത് എത്ര സുന്ദരമായിരിക്കും. എന്നതുപോലെ തൻ്റെ ഈ സംരംഭത്തിൽ തുടക്കം മുതൽ ഇന്ന് വരെയും സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും സുഗന്ധം പരത്തുവാൻ വർഗീസിന് കഴിഞ്ഞിട്ടുണ്ട്. ചിപ്പി പള്ളിപ്പുറയോട് സൂചിപ്പിച്ചതുപോലെ എന്നും വിനയവും ആദരവും അന്യർക്ക് പകരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള ഒന്നായതുകൊണ്ടാണ്. വർഗീസിന്റെ അപ്പൻ എനിക്കറിയാമായിരുന്നു, ഞാൻ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ ബഹുമാന്യമായൊരു സ്ഥാനത്തിരുന്ന ആളാണ്. ആ പൈതൃകം ഏറ്റുവാങ്ങിക്കൊണ്ട് വ്യവസായ രംഗങ്ങളിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട്, അതാണ് ഞാൻ പറഞ്ഞ 2 കാര്യം, സത്യസന്ധതയും ആത്മാർത്ഥതയും, അത് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ വർഗീസിന് 45 അല്ല ഇനിയും വരുന്ന ദശവർഷങ്ങളിൽ കൂടുതൽ ഈ വ്യവസായത്തിൽ മുന്നേറ്റം ആകുവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യവസായി എന്ന സമൂഹത്തിൽ പേരെടുക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.
അനുജത്തി അവരുടെ വളർച്ച വർഷങ്ങളായി ഞാൻ നോക്കിക്കാണുന്ന ഞങ്ങളാണ്. വർഗീസിൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി. നമുക്കല്ലെങ്കിലും അറിയാവുന്നതാണ്, ദൈവവിശ്വാസം, ആത്മവിശ്വാസം, മനുഷ്യരിലുള്ള വിശ്വാസം, ഈ 3 വിശ്വാസങ്ങളാണ് വർഗീസിനെയും കവിതയെയും ഈ പ്രസ്ഥാനത്തെയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിത്തറ എന്താണെന്ന് വെച്ചാൽ സ്നേഹമാണ്. താലി ഒഴികെ ബാക്കിയെല്ലാം ഊരിക്കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് അക്കാര്യത്തിൽ മാത്രമല്ല, അത് ഇവർ തമ്മിൽ മാത്രമല്ല, ഈ മക്കൾ തമ്മിലും ഒക്കെ ആ സ്നേഹം വളരെ പ്രകടമാണ്. ശരിക്കും പറഞ്ഞാൽ സ്നേഹവും വിശ്വാസവും ഉള്ളിടത്ത് പിന്നെ പ്രത്യാശയാണ് മുന്നിലുള്ളത്. സ്നേഹം, വിശ്വാസം, പ്രത്യാശ. തീർച്ചയായും ഇത് മേൽക്കുമേൽ ഉയരും, വളരും. ഈ സ്നേഹവും വിശ്വാസവും കാത്ത് സൂക്ഷിച്ചാൽ തീർച്ചയായും പ്രത്യാശയ്ക്ക് ഇനിയും വകയുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ കവിത ജ്വല്ലറി ഇനിയും ഏറെ വളരട്ടെ. എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയുന്നു, നമ്മളെ അറിയുന്ന നമ്മുടെ സ്നേഹസമ്പന്നമായ സൗഹൃദത്തിലെ ഒരു സഹോദരൻ ശ്രീ വർഗീസും കവിതയും. ഒരു സ്ഥാപനം എങ്ങനെ ജനകീയവും മാതൃകാപരവുമായി നടത്താൻ കഴിയുമെന്ന് കാണിച്ചു തരുന്നൊരു കണ്ണാടിയാണ് കവിതാ ഗ്രൂപ്പ്. 4 നൂറ്റാണ്ട് കാലത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഈ സ്ഥാപനം വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുമ്പോൾ എതിർപ്പുകൾ ശക്തമായി ഇല്ല എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ കരുത്ത്. എതിർപ്പുകളില്ലാത്തതും കൂടുതൽ കരുത്തോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുന്നത് ജനങ്ങൾക്ക് ആശ്വാസം, വർഗീസ് മുടക്കുന്ന മൂലധനത്തിന് ന്യായമായി തിരിച്ചുവരവ്, പരസ്പര പൂരകമായി ബന്ധപ്പെടുത്തി മുമ്പോട്ട് പോകുന്നത്, ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കവിതാ ഗ്രൂപ്പിലുണ്ടായിട്ടുണ്ട്, ഭാവിയിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വർഗീസിനും കുടുംബാംഗങ്ങൾക്കും മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിമാനം. തീർച്ചയായും എല്ലാവരെയും ഞാൻ ഈ ഒരു ഷോറൂമിന്റെ മുൻപിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാം തന്നെ ഇനിയും ഞങ്ങളോടൊപ്പം മുൻപോട്ട് വേണമെന്ന് പറയുകയാണ് സ്നേഹിതരെ. നിങ്ങൾ നിരന്തര കൈയ്യടി സമ്മാനിക്കണം.
1998 തുടങ്ങിയ ഈ കവിത ജ്വല്ലറി ഇന്ന് ഇപ്പോൾ 25 വർഷം പിന്നിടുകയാണ്. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഈ കവിത ജ്വല്ലറി വീണ്ടും അത് പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതുവരെ ഈ കവിത ജ്വല്ലറിയുടെ വിജയത്തിൽ എന്നോടൊപ്പം സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. തുടർന്ന് നമ്മളുടെ പുതിയ അതിവിശാലമായ ഈ ഷോറൂമിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുകയും ചെയ്യും. പുതിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷനിലുള്ള ട്രെൻഡി ആഭരണങ്ങളുടെ അമനീയ ശേഖരം, അതിവിപുലമായ ശേഖരമാണ് ഈ ഷോറൂമിൽ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഏവരെയും ഈ ഷോറൂമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ്. ഞങ്ങളുടെ ഈ ഷോറൂമിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളതും ലൈറ്റ് വെയ്റ്റിൻ്റെ തന്നെയാണ്. ഏകദേശം 300 മില്ലിഗ്രാമിൽ ആണ് ഞങ്ങളുടെ തുടങ്ങുന്ന ഐറ്റംസ് ഞങ്ങളുടെ ഷോപ്പുകളിൽ ഇപ്പോൾ ഉണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഷോപ്പ് സന്ദർശിക്കുക. ഡയമണ്ടിൻ്റെ ഒരു കളക്ഷനും ബാക്കി എല്ലാ ചെറിയ ചെറിയ ഫങ്ഷൻസ് ഡെയിലി വെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കളക്ഷനുകളും നമ്മളുടെ ഷോപ്പിലുണ്ട്. എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു.